നമ്മൾ പൊതുവെ നമ്മൾ പറയുന്ന ഒരു ഇതാണ്, അവൻ എന്നാ അവന്റെ പൊറാട്ട് നാടകം, അവൻ എന്നാ അവിടെ കാണിക്കുന്നത്. ഇന്ന് നമ്മളിങ്ങനെ പല മൂവീസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അപ്പൊ അതെ, എന്താണ് പൊറാട്ട നാടകം? പൊറാട്ട നാടകം എന്താണെന്നുള്ളത് അതിന്റെ റൈറ്റർ ആദ്യം പറയുന്നു. പൊറാട്ട നാടകം എന്ന് പറയുന്നത് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ പത്രഭാഷയിൽ പലപ്പോഴും ഇതൊരു പൊറാട്ട നാടകമായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറയുന്നത് ഒരു കൊളോക്കിയൽ ലാംഗ്വേജാണ്. ഒരു പത്രപ്രവർത്തകനാണ്. ഞാൻ ഒരു 10-17 വർഷം മാധ്യമപ്രവർത്തകനായിരുന്നു. അപ്പം ഇത് കാണുന്ന ചില ആളുകൾക്ക് പഴയ പൊളിട്രിക്സ് എന്ന് പറഞ്ഞ ഇന്ത്യ വിഷനിലെ ഷോയൊക്കെ ചെയ്തിരുന്ന ആളാണ് ഞാൻ. അതിന് മുമ്പ് ഏഷ്യാനെറ്റിലെ സുപ്രഭാതത്തിന് ഇപ്പം മോളിരുന്ന് പറയുന്ന സംഭവമില്ലേ, ഇത് ഞാൻ കുറേ കൊല്ലം ചെയ്തിട്ടുള്ളതാണ്, ആങ്കറിങ് പരിപാടി. അപ്പോൾ ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് വർഷം മുമ്പാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം, പൊറാട്ട് നാടകം എന്ന പേര് അത് സിദ്ദിഖ് സാർ ഇട്ട പേരാണ്. ഇതിന് വേറൊരു പേരായിരുന്നു. ശരിക്കും രാഷ്ട്രീയ ആക്ഷേപഹാസ്യം എന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ഈ സിനിമ വരുമ്പോൾ ഇതിന് പറ്റിയ പേരാണ് പൊറാട്ട നാടകം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആ പേര് വരുന്നത്. രണ്ടാമത്തെ കാര്യം, പൊറാട്ട നാടകം പാലക്കാട് മുതൽ കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു കലാരൂപമാണ്. ഈ കലാരൂപത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ തുടങ്ങും. പിറ്റേന്ന് വെളുക്കുന്നത് വരെയും ആ പൊറാട്ട നാടകം നടക്കും. ഇതിനിടയിൽ ഒരു കഥയുണ്ടാവും, ഇതിനിടയിൽ കഥാപാത്രങ്ങൾ വരും. ഈ നമ്മളീ പറഞ്ഞ പോലെ അപ്പം തോന്നുന്നത് പറയുക, അതിനിടയിൽ ഉണ്ടാകുന്ന തമാശകൾ. പക്ഷേ ഇതൊരു സറ്റയറാണ്. അപ്പോൾ ചില കഥാപാത്രങ്ങൾ വരും, അപ്പോൾ അവർ മുമ്പിലിരിക്കുന്ന ആളുകളെ കളിയാക്കും. ഇങ്ങനെ ചാക്യാർകൂത്തിനേക്കാൾ അല്ലെങ്കിൽ നമ്മളീ കോട്ടംതുള്ളലിനെയൊക്കെ പോലെ ഒരു കലാരൂപമാണ് പൊറാട്ട നാടകം. ഈ പൊറാട്ട നാടകത്തെ വെച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ നമ്മൾ അങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നത്. ഈ സിനിമ പൊറാട്ട നാടകം കലാകാരനായിട്ടാണ് ധർമ്മജൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ധർമ്മജൻ കറവക്കാരനാണ്. അതിനേക്കാൾ അപ്പുറം അയാളുടെ ജോലി പൊറാട്ട നാടകം കലാകാരനാണ്. അപ്പോൾ പൊറാട്ട നാടകം കലാകാരനായ മുരുകൻ എന്ന ഒരാളുടെ ജീവിതത്തിൽ, ദളിതനായ ഒരാളാണ്, അയാളുടെ ജീവിതത്തെ എങ്ങനെയാണ് രാഷ്ട്രീയം ബാധിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അത് മുരുകൻ്റെ മുരുകൻ്റെ കാമുകിയും ഭാര്യയുമാണ് അപ്പുറത്തിരിക്കുന്നത്. പിന്നെ സൈജു ഗ്രൂപ്പാണ് നായകൻ. സൈജു ഗ്രൂപ്പിന് ഒരു നായികയുള്ളൂ. നമ്മുടെ പടത്തിലെ നായിക പശുവാണ്. അപ്പോൾ സൈജുവിൻ്റെ ജീവിതത്തെ, നായികയുടെ പേരും മണിക്കുട്ടി. സുനിൽ സുഗതയുടെ ജീവിതത്തെ, അയാളുടെ ഒരു ഫാമിലി പറയുന്നുണ്ട്, രാഹുൽ മാധവൻ്റെ ഫാമിലി. ഒരു 5-6 ഫാമിലിയെ 10-21 ദിവസം രാഷ്ട്രീയം എന്നത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതാണ് ഈ സിനിമ. അപ്പം നമ്മളെല്ലാം പറയാം, ഇതൊക്കെ ഒരു പൊറാട്ട നാടകമല്ലേ എന്ന് മലയാളി വെറുതെ നമ്മൾ പലപ്പോഴും പറയും. ഇങ്ങനെയാണ് അല്ല അങ്ങനെയല്ലേ എന്ന് നമ്മൾ പറയാറില്ലേ, ഇതൊരു പൊറാട്ട നാടകമല്ലേ എന്ന് ചോദിക്കുന്നത് പോലെ ഇവരുടെയൊക്കെ ജീവിതത്തെ ബാധിക്കുന്നൊരു വലിയ സംഭവം, അതിനെ മറയ്ക്കാൻ മറ്റൊരു സംഭവം കൊണ്ടുവരുന്നു. ഇത് പൊറാട്ട നാടകമാണ്, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്ന് നമ്മൾ സിനിമയെ പറയും. അത് സിനിമ കാണുമ്പോൾ നമുക്ക് അത് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പൊറാട്ട നാടകം എന്ന് പേരിടുന്നത്. ഞാനിട്ട പേരല്ല, സിദ്ദിഖ് സാർ ഇട്ട പേരാണ്. ഇപ്പം ധർമ്മചേട്ടനോട് പറയുമ്പോൾ ചേട്ടൻ അത് പൊറാട്ട നാടകം അഭ്യസിക്കുന്ന, അത് കളിക്കുന്ന ഒരാളാണ്. സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമോ, എങ്ങനെയാണ് ഈ പൊറാട്ട നാടകം എന്ന് പറയുന്ന സിനിമയുടെ വേറൊരു കഥയാണ്. എൻ്റെ സംവിധായകൻ സിദ്ദിഖ് സാറിൻ്റെ ഭയങ്കര അരുമ ശിഷ്യനായിട്ടുള്ള നൗഷാദ് കൊണ്ട് പറയുന്നത്. അപ്പോൾ സിദ്ദിഖ് സാർ പറഞ്ഞു, സിദ്ദിഖ് സാറും ഇവനുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. സാറ് ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞു. ആ കഥ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അത് നൗഷാദ് ചെയ്യൂ, അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആശീർവാദത്തോട് തുടങ്ങിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ആ സിനിമ തുടങ്ങുന്നു. ഞങ്ങളെയൊക്കെ വിളിക്കുന്നു. ഞങ്ങളൊക്കെ സൗഹൃദങ്ങളിലുള്ള ആൾക്കാരാണ്. ഞാൻ 2 വിഷുകാരുടെ ഉണ്ട്, കുറേ പേരുണ്ട്. പിന്നെ എൻ്റെ സൗഹൃദങ്ങളിലുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നു, ഡയറക്ടറുടെ സൗഹൃദങ്ങളിലുള്ള ആൾക്കാരെ വിളിക്കുന്നു. അങ്ങനെയൊക്കെ വിളിച്ചിട്ട് ഈ സിനിമ തുടങ്ങുകയാണ്. ഇതൊരു പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പൊളിറ്റിക്കൽ സെറ്റേഴ്സിൻ്റെ ഒപ്പം 3-5 കുടുംബങ്ങളുടെ കഥ കൂടി പറയുന്നുണ്ട്. കുടുംബ കഥ കൂടി പറയുന്നുണ്ട്, സ്നേഹം പറയുന്നുണ്ട്. ഞാനും ചിത്രയും കൂടിയുള്ള താമര എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. എൻ്റെ പേര് മുരുകൻ എന്നാണ്. ഞങ്ങളുടെ ഒരു പ്രണയം പറയുന്നത്. ഞാനൊരു ദളിതനായിട്ടുള്ള ക്യാരക്ടറാണ്. ഞാനൊരു കറവക്കാരനായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എൻ്റെയും ഇവളുടെ ഒരു പ്രണയം ഒരു കല്യാണത്തിലെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ തറവാട്ടിൽ ഞങ്ങളുടെ സിനിമയിലെ നായികയാണല്ലോ മണിക്കുട്ടി എന്ന് പറയുന്നത് പശു. അതിനെ കറക്കാൻ പോകുന്നല്ലാതെ എനിക്ക് തറവാടിൻ്റെ അകത്തൊന്നും കയറാനുള്ള അവകാശമൊന്നുമില്ല.
ഇവർ വലിയ തറവാട്ടുകാരായി. രാഹുൽ മാധവിൻ്റെ ഒക്കെ കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാണ്. പാല് കൊണ്ട് കറന്നിട്ട് വെക്കാന്നേ ഉള്ളൂ. ഇവളെൻ്റെ ഭാര്യയുമായി ഞങ്ങൾ കല്യാണം പിന്നീട് കല്യാണമൊക്കെ വെച്ചു. അപ്പോൾ അങ്ങനെ ഒരു രൈത്തം പറയുന്നുണ്ട്, രാഷ്ട്രീയം പറയുന്നുണ്ട്, കേരയിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പശുവായിട്ട് സംബന്ധിച്ചുള്ള വിഷയം പറയുന്നുണ്ട്. അങ്ങനെ രാഷ്ട്രീയം, ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയെ പറ്റിയും കുറ്റപ്പെടുത്തുന്നുണ്ട്, വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെ പറ്റിയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഇതിലൊരു മൊത്തത്തിലാണ് പറയുന്നത്.